voice of God. God through evangelist Shaji Joseph. എഴുന്നേൽക്ക് എഴുന്നേൽക്ക് യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക് എഴുന്നേൽക്ക് യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. പ്രിയരെ, ദി വോയിസ് ഓഫ് ഗോഡ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ബൈബിളിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ് ഫോളോയിങ് ജീസസ്, യേശുവിനെ അനുഗമിക്കുക. മടക്കയാത്രയിലാണ് നാം യേശുവിനെ അനുഗമിക്കുന്നത്. പുതിയ നിയമത്തിൽ മടക്കയാത്ര വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. യേശുവിനെ അനുഗമിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നാം കടന്നു പോകുന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തെ അനുഗമിച്ച് മറ്റെന്ത് നാം ചെയ്താലും അവസാനം നമ്മുടെ പ്രവൃത്തി ശൂന്യമായി തീരും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മടക്കയാത്രയെ അവഗണിക്കാതെ നമുക്ക് തുടർന്നുള്ള സന്ദേശത്തിന് ചെവി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുക്കാം. ഈ പ്ലാനറ്റിലേക്ക് പിശാചിനെ കൊണ്ടുവന്നത് ആദമാണെങ്കിൽ അതേ ആദം തന്നെ ഈ പ്ലാനറ്റിൽ നിന്ന് പിശാചിനെ ഇറക്കുകയും ചെയ്യും. ഓരോ മെസ്സേജ് കഴിയുമ്പോൾ എൻ്റെ ചിന്ത, ഒന്നും കിട്ടിയില്ലല്ലോ കർത്താവേ, ഒന്നും കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച പോയേ, ഒന്നും കിട്ടിയില്ലല്ലോ, ഒന്നും കിട്ടി. ഞാൻ കർത്താവോട് കരയാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു, പിന്നെ ഒന്നും കിട്ടിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ. തുടർന്ന് കർത്താവ് വലിയൊരു സ്വപ്നം കാണിച്ചു. ഞാൻ ഒരു വലിയ റെഫറൻസ് ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ റെഫറൻസ് ബൈബിൾ എൻ്റെ കയ്യിൽ താഴെ വീഴുന്നു. ഉടനെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ആ റെഫറൻസ് ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരുന്നു. ഞാൻ എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തുവാ? കർത്താവ് പറയാ, നിന്നെ ഞാൻ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഏകദേശം 2000 വർഷം ആ സമയങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു ഹെവൻലി വിസിറ്റേഷൻ ഉണ്ടാകുന്നത്. അതുവരെ ഞാനൊരു പക്ക ബിസിനസ്സുകാരനാണ്. അല്ലേ, ഒരു പക്ക ബിസിനസ്സുകാരനാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഭവനമൊക്കെ പണിയുന്നത്. തുടർന്നാണ് ഈ ഭവനത്തോട് ചേർന്ന് പക്ക ബിസിനസ്സുകാരൻ ഞാനൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആ സ്വിമ്മിംഗ് പൂള് അടിസ്ഥാന സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ ആ സമയത്താണ് ദൈവം എന്നെ മാറ്റുന്നത്. ഉടനെ അടിസ്ഥാന സ്വിമ്മിംഗ് പൂളാ മുകളിലേക്ക് വന്നപ്പോൾ ധ്യാനകേന്ദ്രമായി. മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവം ആളെ മാറ്റി. എനിക്ക് ദുബായിൽ മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, റാസൽഖൈം ഒരു സ്ഥാപനമുണ്ട്. റഷ്യയിലും ഞാൻ ഒരു തുടങ്ങാൻ വേണ്ടി പോയി അവിടെ വിസ അടിച്ചു. ആ തുടങ്ങാൻ പോയി ഞാൻ വിസ അടിച്ചു. ഇപ്പോഴാണ് ദൈവനോട് സംസാരിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ഞാൻ റഷ്യയിലേക്ക് മടങ്ങിപ്പോയില്ല. എൻ്റെ ദുബായിലെ സ്ഥാപനം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു. റാസൽഖൈമിൽ ഒരല്പം കൊണ്ട് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന കർത്താവിൻ്റെ ആ തീരുമാനത്തിൽ ഉറച്ചു. അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ആന്റി ക്രൈസ്റ്റിന്റെ നാളിലേക്ക് കിടക്കുകയല്ല. ഗ്ലോറി, ഹല്ലേലൂയ. ലോകത്തോട് ഗുഡ് ബൈ, ബൈ ബൈ ഹൃദയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഏത് സമയം പോകാൻ തയ്യാറായിട്ടിരിക്കുക. ആമേ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ കൊണ്ടേ കർത്താവിന് പ്രയോജനമുള്ളൂ. ആമേ, ഹല്ലേലൂയ. ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം. കാരണം ഒന്ന് കണ്ടാലേ നാം ഒന്ന് വിടത്തുള്ളൂ. ആമേ, ഒന്ന് നിത്യമായത് കണ്ടാൽ നമുക്ക് താൽക്കാലികമായത് വിടാം. ആമേ, അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടാറേ എന്ത് സംഭവിച്ചു? അവന് താൽക്കാലികമായതെല്ലാം ട്രേഡ് ചെയ്ത് അവൻ വിൽക്കുകയാ. എന്നിട്ട് ആ വിലയേറിയ ഒന്നിങ്ങനെ വാങ്ങുകയാ. മനസ്സിലാകുന്നുണ്ടോ? ആ ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്ന ഹെവൻലി ബിസിനസ്സുകാരായിരിക്കണം നമ്മൾ. ആമേ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത്, നാം തിരിഞ്ഞ് ഇന്ന് മടങ്ങി ഹൃദയം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് മടങ്ങുക. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതിന്റെ പേരാ മാനസാന്തരം. ഇതല്ലെങ്കിൽ വലിയ അപകടത്തിലാണ്. നമ്മൾ സമയത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മടക്കയാത്രയിൽ നമ്മൾ സമയത്തിൽ, മടക്കയാത്രയിൽ നാം സമയത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്.
ഏമേ, ഇതാണ് യേശുവിന്റെ സന്ദേശം, ദൈവരാജ്യ സന്ദേശം. കാലം തികഞ്ഞു. ഗ്ലോറി. അതിന് പല അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സമയം തീരുന്നു. മറ്റൊന്ന്, നിന്റെ ശിക്ഷാവിധിയുടെ കാലം തീരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിത്യത സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം നിത്യതയില്ല. ഇനി നിനക്ക് എന്ത് ചെയ്യാം? നിന്റെ ജീവനെ സമയത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ? നിന്റെ ഹൃദയത്തിൽ അകത്തൊരു മാനസാന്തരത്തിലൂടെയും യേശുക്രിസ്തുവിനെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും ഇതാ നിനക്ക് ലൈൻ റൂട്ട് ചേഞ്ച് ചെയ്ത് നിനക്ക് മടങ്ങാം. ഈ ബസ്സുകൾ കണ്ടോ, ലോകം എന്ന് എഴുതി മുന്നോട്ടേക്ക് പോകുന്ന ബസ്സുകൾ, അതിൽ ചിലത് ഉടനെ ബോർഡ് മാറ്റി ദൈവരാജ്യം എന്നുള്ള ബോർഡാക്കി നേരെ യൂട്ടേൺ അടിച്ചു തിരിച്ചു പോവുകയാണ്. നമ്മുടെ സുവിശേഷത്തിൽ ഇത് സംഭവിക്കണം. നമ്മൾ പറയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞത് സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ യേശു കർത്താവാകുന്നു മാത്രം കൊണ്ട് നിൽക്കത്തില്ല. ആമേൻ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ നമ്മുടെ വീട്ടിലെത്തിച്ചേ നിർത്തത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ നാം കടന്നു പോകണം. അല്ല എങ്കിൽ അത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. സഹോദരങ്ങളെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ കേൾക്കുന്ന സുവിശേഷം ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് പോലെ നമുക്ക് തോന്നും. നിന്നിൽ നമ്മൾ കേട്ടു നിത്യജീവൻ ദാനമാണ്, അതോടൊപ്പം തന്നെ വേറെ കേട്ടു നിത്യജീവന് നാം വിലയും കൊടുക്കണം. ഏത് കൺഫ്യൂഷൻ അവിടെ കടന്നു വരാൻ ഇടയുണ്ട്. എന്തുകൊണ്ടാണ് നിത്യജീവൻ ദാനമാകുന്നത്? റോമൻസ് 6:23 പറയുകയാണ്, ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ തന്നെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒന്ന് വായിച്ചു 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇത് ദാനമാണ്. നിത്യജീവൻ ദാനമാണ്. ദൈവം ദാനം തരികയാണ്. എന്നാൽ ഇനി മറ്റൊരു പാട്ട് പറയുമ്പോൾ നിത്യജീവൻ ദാനമായിട്ടല്ല പറയുന്നത്, നാം വില കൊടുക്കണം. ഗലാത്യ ലേഖനം 6:8 വായിക്കുമ്പോൾ നാം ആത്മാവിൽ വിതച്ചതിന്റെ ഫലമാണ്, കൊയ്ത്താണ് നിത്യജീവൻ. അതായത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഒരു കൊയ്ത്താണ് നിത്യജീവൻ. അത് നമ്മൾ വില കൊടുക്കുന്നതായിട്ട് കാണുന്നു. വായിച്ചു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ. അപ്പോൾ നമ്മളൊരു വിത നടത്തുകയാണ്. എന്താ ആത്മാവിൽ വിതയ്ക്കാന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടാണ് നിത്യജീവൻ. അപ്പോൾ ഒരു വില കൊടുക്കുന്ന, നാം ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വില കൊടുക്കുന്നു. ആമേൻ. ഇതെന്താണ് ഇത് മനസ്സിലാക്കാൻ? അപ്പൊ ഇവിടെ വില കൊടുക്കണം. ആദ്യം കേട്ടതിന് ഫ്രീയുവാ. പ്രിയരെ, എല്ലാറ്റിനും വില കൊടുക്കണം. പക്ഷെ ആദ്യം കേട്ടത് ഫ്രീ ആയത് കാരണം യേശു വില കൊടുത്തത് കൊണ്ടാണ്. കാൽവരി ക്രൂശിൽ യേശു വില കൊടുത്തു. തൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അത് നമുക്ക് യേശുവിനെ സ്വീകരിച്ചാൽ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. സാൽവേഷൻ ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ആമേൻ. ശിക്ഷയിൽ നിന്നുള്ള മോചനം ഫ്രീയാണ്. കാരണം എന്നാണെന്നറിയോ? കുഞ്ഞേ, നിന്റെയോ എൻ്റെയോ കുറ്റം കൊണ്ടാണോ നമ്മൾ ശിക്ഷായാത്രയിൽ വന്നത്? ആണോ? നമ്മളുടെ കുറ്റം കൊണ്ടല്ല നമ്മൾ ശിക്ഷായാത്രയിൽ വീണത്. ആമേൻ. ദൈവം നമ്മളെ അതിൽ നിന്ന് സൗജന്യമായി രക്ഷിക്കുകയാണ്. സൗജന്യമായി രക്ഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റമില്ല. സൗജന്യമായി നമ്മളെ രക്ഷിച്ച തീപ്പൊയ്യയിലേക്കുള്ള ശിക്ഷായാത്രയിൽ നിന്ന് സൗജന്യമായി രക്ഷിച്ച ഫ്രീ പാർട്ട് സാൽവേഷൻ, ഫ്രീ പാർട്ട് സൗജന്യമായി കിട്ടുന്നത് നമ്മളെ മടക്കയാത്രയിലാക്കുകയാണ്. മടക്കയാത്രയിൽ നാം ഏത് നിയമത്തിന്റെ കീഴിലാണ്? ആത്മാവിന്റെ നിയമത്തിന് കീഴിൽ. നാം ആരെ അനുസരിക്കണം? ഈ ആത്മാവിനെ അനുസരിക്കുന്നതിന്റെ പേരാ ആത്മാവിൽ വിതയ്ക്കുക. മനസ്സിലായോ? ആത്മാവിനെ അനുസരിക്കുന്നതിന്റെ പേരാണ് ആത്മാവിൽ വിതയ്ക്കുക. യേശുവിനെ അനുസരിച്ച് മടക്കയാത്ര ചെയ്യുക. ഗ്ലോറി. അങ്ങനെ ആത്മാവിൽ വിതയ്ക്കുന്നതിന്റെ റിസൾട്ടാണ് നിത്യജീവൻ. നിത്യജീവന് 2 പാർട്ട് നമ്മൾ നേരത്തെ കേട്ടു. ഒന്ന് ജീവൻ കൊടുക്കണം, ഒന്ന് കണ്ടെത്തണം. ഒന്ന് ജീവൻ കൊടുക്കണം, ഒന്ന് കണ്ടെത്തണം. ജീവൻ കൊടുക്കുന്ന ഫ്രീയാണ്, കണ്ടെത്തുന്നതിന് വില കൊടുക്കണം. ജീവൻ കൊടുക്കുന്നത് ഫ്രീയാണ്, കണ്ടെത്തുന്നതിന് വില കൊടുക്കണം. ആമേൻ. തുടർന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, അതായത് യേശുവിനെ അനുഗമിച്ച് നാം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. അതിന്റെ അവസാനമാണ് വി ആർ ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം. നമ്മൾ ദൈവരാജ്യം അവകാശം ആക്കുന്നതാ യാത്രയുടെ അവസാനം. യാത്രയുടെ ആരംഭമാണ് നമ്മളുടെ സ്പിരിറ്റ് രക്ഷിക്കപ്പെടുന്നത്. യാത്രയുടെ അവസാനമാണ് നമ്മുടെ സോൾ രക്ഷിക്കപ്പെടുന്നത്.
ആമേൻ. വിശ്വാസയാത്ര എന്നാണ് ഇതിന്റെ പേര്. മടക്കയാത്രയ്ക്ക് വിശ്വാസയാത്ര. ഈ യാത്രയുടെ അവസാനമാണ്, യാത്രയുടെ ആരംഭമാണ് നമ്മുടെ നമ്മുടെ സ്പിരിറ്റ് രക്ഷിക്കപ്പെടുന്നത്. ആത്മാവെന്ന റോമൻസ് 8:23 ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം എന്ന് വാക്യം അവിടെ ഉണ്ട്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആത്മാവെന്ന ആദ്യദാനം നാം രക്ഷിക്കപ്പെടുകയാ. ഒന്ന് വായിച്ചേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം തുടക്കം അവിടെയാ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ യാത്രയുടെ അവസാനം നമ്മളുടെ ഇൻവിസിബിൾ പാർട്ട്, നമ്മുടെ സോൾ രക്ഷിക്കപ്പെടും. അതോടുകൂടി മനുഷ്യ ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഗ്ലോറി. ഇതാണ് 1 Peter chapter 1:9. ഇത് നാം മനസ്സിലാക്കണം. യാത്രയ്ക്ക് ഒരാരംഭവുമുണ്ട്, യാത്രയ്ക്ക് ഒരവസാനവുമുണ്ട്. വെരി ഇമ്പോർട്ടന്റ് വേർഡ്. 1 Peter chapter 1:9. The end of our faith. എന്താണ് end of our faith? The beginning of our faith is the salvation of our spirit. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, നമുക്ക് അതിൽ കടന്നു വരാം. വിശ്വാസത്തിന്റെ അന്തമായത് ആത്മരക്ഷയല്ല, സാൽവേഷൻ ഓഫ് ദ സോൾ. 1 Peter chapter 1:9. 1:9. ആമേൻ. ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ശ്രദ്ധിച്ചാട്ടെ. വിശ്വാസത്തിന്റെ ആരംഭമായിരുന്നു സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ്സ്. ആമേൻ. നമ്മളത് വായിച്ചു ഓൾറെഡി. റോമൻസ് 8:23. ഇതാ വിശ്വാസത്തിന്റെ ആ വിശ്വാസയാത്രയുടെ അവസാനം, അന്തം, ദി എൻഡ് ഓഫ് അവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ എന്നാണ് മലയാളം ബൈബിളിൽ. എന്നാൽ ഇംഗ്ലീഷ് വേർഡിലേക്ക് നോക്കുമ്പോൾ റിസീവിംഗ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. സ്പിരിറ്റ് അല്ല, ദേഹി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിശ്വാസയാത്രയുടെ അവസാനം. ദേഹിയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ വേണം ദൈവരാജ്യം അവകാശമാക്കുവാൻ. എന്തിനോട് ചേരണം? പുതിയ സൃഷ്ടിയോട്. നമ്മൾ ദേഹിയാവുന്ന മനുഷ്യൻ ചേരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യം അവകാശമാക്കുന്നത്. സാൽവേഷൻ പാർട്ട്, അതായത് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയുടെ പാർട്ട് ഫ്രീ ആണ്. കാരണം കർത്താവ് യേശു പേയ്മെന്റ് കൊടുത്തു. എന്നാൽ മടക്കയാത്രയിൽ നമ്മൾ ആത്മാവിനെ അനുസരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. എങ്കിൽ മാത്രമേ ദൈവമക്കൾ എന്നുള്ള സ്ഥാനം ദൈവം നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാണ് റോമൻസ് 8:14 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇതാണ് സഭ ഇന്ന് ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്. ഇത് വ്യക്തമായി സഭയ്ക്ക് മനസ്സിലാക്കണം. ഈ ദൈവദാസന്മാരായിരിക്കുന്നവർ മറ്റു ദൈവദാസന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ബൈബിൾ കോളേജുകളിൽ ഇത് പഠിപ്പിക്കുന്ന നമുക്ക് അറിവില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവദാസന്മാരെ അറേഞ്ച് ചെയ്യുക, ദൈവദാസന്മാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അവര് പഠിക്കട്ടെ. ജനം പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകത്തുള്ളൂ. കാരണം ജനം പറയുന്നത് അംഗീകരിക്കുവാൻ ദൈവദാസന്മാർക്ക് സാധാരണ കഴിയത്തില്ല. സ്പിരിച്വൽ പവർ കോൺഫറൻസ് ഡിസംബർ 25 മുതൽ 27 വരെ. പ്രിയരെ, ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മനസ്സിലാകാതെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന വലിയൊരു ക്രിസ്തീയ സമൂഹത്തിന് ഇതാ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപഹാരം. പണത്തിന്റെ പുറകിലുള്ള ശക്തിയായ മാമോൻ എങ്ങോട്ട് തിരിക്കുന്നുവോ അവൻ അങ്ങോട്ടേക്ക് പോകും. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പ്രാർത്ഥനാലയത്തിൽ ദൈവരാജ്യത്തിന്റെ വചനവും ഡിസംബർ 25 മുതൽ 27 വരെ. ഈ അവസരം നഷ്ടമാക്കരുതേ. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ച ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പുകളിലും ലഭ്യമാണ്. പകരം ദൈവദാസന്മാർ ഈ സന്ദേശങ്ങൾ കേൾക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. സത്യം അറിഞ്ഞാൽ സത്യം അവരെ സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയരെ, ദൈവം നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, അപ്പോൾ
ആരംഭവും കണ്ടു, അവസാനവും കണ്ടു. അപ്പോ ഒരു വ്യക്തി പിതാവിന്റെ വീട്ടിലെത്തണമെങ്കിൽ 2 റിക്വയർമെന്റ് ഉണ്ട്. ഒന്നവൻ ജീവൻ പ്രാപിക്കണം, മറ്റവനെ കണ്ടെത്തണം. ജീവൻ പ്രാപിക്കുവാൻ യേശു, കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ്. ഇന്ന് ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്, അത് മറന്നു പോകരുത്. ഞാൻ ചിന്തിക്കുന്ന ഈ പാട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. നിത്യജീവന് 2 പാർട്ടിൽ ഒരു പാർട്ട് സൗജന്യം, മറ്റൊരു പാർട്ട് നാം വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആ വില കൊടുക്കുന്ന പാർട്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം. ശ്രദ്ധിക്കുക, ആ വില കൊടുക്കുന്ന പാർട്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്. ഫ്രീ പാർട്ട് അംഗീകരിച്ച നീ, എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിച്ച ഫ്രീ പാർട്ട് എടുത്ത് നീ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്തതുമില്ല. ആ പിതാവിന്റെ ഇഷ്ടമാണ് നാം ആത്മാവിനെ അനുസരിച്ച് വീട്ടിലെത്തുക എന്നുള്ളത്. അതുകൊണ്ട് അത് മറക്കരുത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞ്, ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം, നിങ്ങൾ ദൈവദാസന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങിക്കളഞ്ഞു, കൊതുകിനെ അരിച്ചെടുക്കുന്നു. ദൈവദാസന്മാരോട് പറയാ, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങിക്കളഞ്ഞു, കൊതുകിനെ അരിച്ചെടുക്കുന്നു. നിങ്ങൾ കപടഭക്തിക്കാരാ, നിങ്ങൾ കപടഭക്തിക്കാരാ. നിങ്ങൾ കൊതുകിന് എത്ര കനമുണ്ട്? 1/2 ഗ്രാം പോലും ഉണ്ടാകൂല അല്ലേ? പക്ഷെ ഒട്ടകത്തിന് അതിന് 2-3 ടൺ ഉണ്ടാവും ഒരു ഒട്ടകം. ഗ്ലോറി, 2-3 ടണ്ണ് ഭാരം വാല്യൂ ഞാൻ നിശ്ചയിച്ച ആത്മീയ കാര്യം നിങ്ങൾ വിട്ടു കളഞ്ഞിട്ട് കൊതുകിനെയാണ് നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യുക. കപട ഭക്തിക്കാരെ എന്നാണ് മത്തായി 23 അധ്യായത്തിൽ ദൈവദാസന്മാരെ കർത്താവ് വിളിക്കുന്നത് നേരിട്ട്. മനസ്സിലായോ? ഗ്ലോറി, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇന്ന് ഒട്ടകത്തെ വിഴുങ്ങി, ദൈവ ഇഷ്ടത്തെ വിഴുങ്ങി കളഞ്ഞു. ആമേ, മടക്കയാത്രയെ വിഴുങ്ങി. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒമാൻ മീറ്റിങ്ങിന് മുമ്പ് എന്നെ കാണിക്കുവാനായിട്ട് ഇടയായ ആ സംഭവം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഓ ജീസസ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഞാൻ ആദ്യം കണ്ട ആ ദർശനം. 2 ഷൂ എനിക്ക് ഇട്ട് തന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇതാണ് സ്വർഗരാജ്യ കർത്താവ് നമുക്ക് ഇട്ട് തന്ന 2 ഷൂ. ഈ 2 ഷൂ 2 നടപ്പിനെ കാണിക്കുന്നു. ഒരു നടപ്പ് എൻ്റെ പേരാണ് ഫോളോ. ആമേൻ. ഫോളോ എന്ന് പറയുന്നത് പിന്തുടരുക, അനുഗമിക്കുക. യേശു പറഞ്ഞു, എന്നെ നിങ്ങൾ അനുഗമിക്കുക. അതെങ്ങോട്ടാ ആ നടപ്പ് പോകുന്നത്? ആ നടപ്പ് പോകുന്ന പിതാവിന്റെ വീട്ടിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു ഷൂ നമ്മൾ തന്നു, ഗോ എന്ന് പറഞ്ഞു, പോവുക എന്ന് പറഞ്ഞു. അതെങ്ങോട്ടാണ് നാം പോകുന്നത്? നാം ലോകത്തിലേക്കാണ് നാം പോകുന്നത്. സുവിശേഷം അറിയിക്കുവാനാണ് നാം പോകുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇത് രണ്ടും മറന്നു പോകുന്നത്. 2 ഷൂ ആണ് തന്നത്. എന്നാൽ ഈ 2 ഷൂ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, വാക്കിംഗ് ടുവേർഡ്സ് ഹെവൻ, സ്വർഗത്തിലേക്ക് പോകുന്നു. അതാണ് യേശുവിനെ പിന്തുടരുന്നത്. ലൂക്ക് 9:23 വായിച്ച സിസ്റ്റർ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവ ഇഷ്ടം നമുക്ക് ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്യണ്ട. നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ച നിങ്ങളുടെ തീരുമാനമാണ്. ചോയ്സ് ഉണ്ട്. ദൈവ ഇഷ്ടം വരുമ്പോൾ ചോയ്സാ. ആദത്തിന് മുമ്പിൽ ജീവവൃക്ഷം ഉണ്ട്, നന്മതിനെ കുറിച്ച് അറിയുന്ന വൃക്ഷം ഉണ്ട്, അതിനൊക്കെ ചോയ്സ് ഉണ്ട്. പക്ഷെ യേശുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ദാസനും യേശു യജമാനനുമാണ്. പോകാൻ നമ്മളോട് പറയുന്നതിന് ചോയ്സ് ഇല്ല, പോയേ പറ്റൂ. ഗോ. അത് യജമാനന്റെ വാക്കാ, യജമാനന്റെ വാക്കാ. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. ചോയ്സ് ഉണ്ട് എനിക്കെന്നല്ല പറഞ്ഞേ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ദാസനാ ഞാൻ, യജമാനെ അനുസരിച്ച് പറ്റും. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പക്ഷേ ആ യേശു അവിടെ യജമാനായിട്ട് വെളിപ്പെടുന്ന, ഒരു ബോസ് ആയിട്ടാണ് വെളിപ്പെടുന്നത്. ബോസ് പറയാ ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. പക്ഷെ ലീഡർ അങ്ങനെയല്ല. ലീഡർ എന്ത് ചെയ്യുന്നറിയാമോ? ആദ്യം മുമ്പേ അങ്ങ് പോകും. ലീഡർ മുമ്പേ പോകും. മുമ്പേ പോയിട്ട് പറയും ഫോളോ മീ, ഫോളോ മീ. മനസ്സിലായോ? അവൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു. ആമേൻ. യേശു നമുക്ക് ലീഡറുമാണ്, യജമാനനുമാണ്. യജമാനൻ പറയുന്നു ഗോ, ചെയ്തേ പറ്റൂ. ലീഡർ മുമ്പേ പോയിട്ട് പറയാ ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ച അത് നിന്റെ ഇഷ്ടമാണ്. പിതാവിന്റെ ഇഷ്ടം വരുമ്പോ നിന്റെ ഇഷ്ടമാണ്. കാരണം അല്ലെങ്കിൽ ടെസ്റ്റ് ഇല്ലാണ്ടായി പോകും. സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യന്റെ ചോയ്സ് എടുത്തു മാറ്റുന്നത് പോലെ ആവും. ഗ്ലോറി, നീ എന്നെ അനുഗമിക്കാൻ
ഇച്ഛിച്ചാൽ നിന്റെ തീരുമാനമാ. എങ്ങോട്ട് പോണോന്ന്? സ്വർഗത്തിലേക്ക് പോണോ തീപ്പൊയ്കയിലേക്ക് പോണോ? ലോകമല്ല, ലോകത്തിലൂടെ തീപ്പൊയ്ക. ജെട്ടി മേനക വഴി ഇങ്ങോട്ട് വരാം. ഇതേപോലെ തന്നെ ഇതാ ലോകത്തിലൂടെ തീപ്പൊയ്ക. അങ്ങോട്ട് പോകണം, നിന്റെ ഇഷ്ടമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പൊ ആ തീപ്പൊയ്ക നമ്മൾ കാണുന്നത് പറഞ്ഞാൽ യേശുവിന്റെ കണ്ണിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ തീപ്പൊയ്ക കാണുന്നത്. അല്ലെങ്കിൽ ലോകം മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അപ്പോ ആദത്തിന്റെ മുമ്പിൽ 2 വൃക്ഷങ്ങൾ. യേശുവിനെ നാം സ്വീകരിച്ച ഉടനെ തന്നെ ദൈവത്തിന്റെ പഴയ പ്രൊജക്റ്റിലേക്ക് നാം വീണ്ടും വന്നു, റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് ഇന്നലെ നിങ്ങൾ കേട്ടത്. യേശുവിനെ നാം സ്വീകരിച്ച കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണം ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ റീസ്റ്റാർട്ട് ചെയ്തു. ആമേൻ. നേരത്തെ ആദത്തിന് മുമ്പിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷവും. ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മളുടെ മുമ്പിൽ മടക്കയാത്ര വേണോ അതോ ലോകയാത്ര തന്നെ കണ്ടിന്യൂ ചെയ്യണോ? മനസ്സിലായ സഹോദരങ്ങളെ? ഹല്ലേലൂയ. സെയിം ടെസ്റ്റിലേക്ക് വീണ്ടും മടങ്ങി ദൈവത്തിന്റെ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പൊ നമ്മൾ പറയാ യേശുക്രിസ്തുവിന്റെ കൽവരി ക്രൂശ് മരണത്തിലൂടെ എല്ലാം കഴിഞ്ഞു പരിപാടി എന്നാണ് കേൾക്കണതെങ്കിലോ ഉടനെ നമ്മൾ ചിന്തിക്കണം എന്താ? പ്രൈസ് ഗോഡ്, എല്ലാം കഴിഞ്ഞു, ഇനി ഒരു പരിപാടിയില്ല. ഇറ്റ്സ് റീസ്റ്റാർട്ട് ഗോഡ്സ് പ്രൊജക്ട്. ആമേൻ. യേശു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എവരിത്തിങ് ഫിനിഷ് എന്നല്ല യേശു പറഞ്ഞേ. ഇറ്റ്സ് ഫിനിഷ്. ഏത്? എന്നെ ഏൽപ്പിച്ച പരിപാടി ഫിനിഷ് ചെയ്തു. ഇതാ ബാറ്റ് ഞാൻ അടുത്താക്ക് കൊടുക്കാൻ പോവാ. ഞാൻ അടുത്താക്ക് കൊടുക്കും, പുള്ളിക്കാരൻ വരും. അതിന്റെ പുള്ളിയുടെ പരിപാടി കഴിയുമ്പോൾ വീണ്ടും ഞാൻ വരും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടില്ലെന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് സർവീസ് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കൊടുത്ത് തീരണം എന്നുള്ള ചിന്തയാ. അങ്ങനെയല്ല. അവസാനം തീരണ സമയം എപ്പോഴാണെന്ന് അറിയാമോ? കൊരിന്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 15 എഴുതിയിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും. അതൊക്കെ വരാൻ പോകണേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ പ്രൊജക്ട് തുറന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റീസ്റ്റാർട്ട് ചെയ്തു. അതേ ഈ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യേശുവിനെ അയച്ച് ആദം ഇറങ്ങിപ്പോയതോടുകൂടെ ദൈവത്തിന്റെ പ്രൊജക്ട് സ്റ്റോപ്പായി. അതേ ലെവലിൽ പോകുന്നത് സ്റ്റോപ്പായി. എന്നാൽ യേശു വന്ന് വീണ്ടും പുനരുദ്ധീകരിച്ചതോടുകൂടെ ദൈവത്തിന്റെ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു. ആമേൻ. പ്രിയരെ, ആദത്തിന്റെ മുമ്പിൽ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷവുമായിരുന്നെങ്കിൽ ഇന്ന് സഭയുടെ മുമ്പിൽ ആത്മാവും ജഡവുമാണ്. റോമൻസ് 8:13 പറയുകയാണ്. അതേ നാണയത്തിൽ ഇതാ ദൈവത്തിനെ വീണ്ടും പറയുക. ആദത്തോട് പറഞ്ഞ അതേ നാണയം. ആദത്തോട് പറഞ്ഞ നാണയം എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. സഭയോട് പറയുന്ന അതേ നാണയം. ജഡത്തെ അനുസരിച്ചാൽ നീ മരിക്കും, ആത്മാവിനനുസരിച്ചാൽ നീ ജീവിക്കും. സെയിം പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു. 8:13 വായിച്ച റോമൻസ് 8:13. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ഇത് ഏതിന്റെ ഈക്വലന്റ് ആണെന്നറിയാമോ? നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നിന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന്റെ ഈക്വലന്റാ. ഗോഡ്സ് പ്രൊജക്ട് റീസ്റ്റാർട്ടഡ്. ആമേൻ. ഹല്ലേലൂയ. പിന്നെ അടുത്തത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കുഞ്ഞേ, നിനക്ക് ജീവിതത്തിന്റെ ഫലം തിന്നാൻ കിട്ടും. സെയിം പ്രൊജക്ട് റീസ്റ്റാർട്ടഡ്. ഗ്ലോറി ടു ഗോഡ്. കാരണം ദൈവം ഒരു പ്രൊജക്ട് ഫെയിൽ ആയെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോണ ആളല്ല. ദൈവം മാറാത്തവനാ. ആമേൻ. ഇന്നലെ ഇന്നും നാളെയും ദൈവം മാറുന്ന വിഷയം ഇല്ല. അപ്പോൾ പ്രിയരെ, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കി ഫോളോ എന്ന് പറയുന്ന പാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഗോ എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മളെ എന്തിനു വേണ്ടി നാം പോകുന്നത് ശ്രദ്ധിച്ചോടാ. ദിസ് ഇസ് ഡോണ്ട് ഫോർഗെറ്റ് ദ പർപ്പസ്. എന്തിനു വേണ്ടിയാ പോകുന്നത്? ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ട ലോകത്തെല്ലായിടത്തുമുള്ള പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടേതായ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളെക്കാൾ നന്നായി അറിയുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മളുടെ വിശ്വാസ കണ്ണുകളിലൂടെ ആ ദൈവത്തെ കണ്ട് നമുക്ക് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഈ ജനങ്ങളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയ നല്ല നാഥ കർത്താവേ, ദുഷ്ടൻ ഭരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല ദുരിതങ്ങളാലും പ്രയാസങ്ങളാലും കർത്താവേ ഞങ്ങളുടെ മക്കൾ ഭാരപ്പെടുന്നു. എന്നാൽ അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന കരം, വിടുവിക്കുന്ന കരം ഈ മക്കളോട് കൂടെ ഇരിക്കുകയും അവരെ പൂർണ്ണമായി വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ കർത്താവേ. അങ്ങയുടെ സൗഖ്യം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ കർത്താവേ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കാൻ സ്തോത്രം. ഈ ജനത്തെ കർത്താവ് ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ.
പ്രിയരെ, ദൈവം നമുക്കുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, കർത്താവ് യേശു നമുക്കുണ്ട്. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, കർത്താവിനോട് കൂടിയിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നില്ല, അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, പ്രൈസ് ഗാഡ്. സ്പിരിച്വൽ പവർ കോൺഫറൻസ് ഡിസംബർ 25 മുതൽ 27 വരെ. പ്രിയരെ, ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മനസ്സിലാകാതെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന വലിയൊരു ക്രിസ്തീയ സമൂഹത്തിന് ഇതാ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപഹാരം. പണത്തിന്റെ പുറകിലുള്ള ശക്തിയായ മാമോൻ എങ്ങോട്ട് തിരിക്കുന്നുവോ അവൻ അങ്ങോട്ടേക്ക് പോകും. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പ്രാർത്ഥനാലയത്തിൽ ദൈവരാജ്യത്തിന്റെ വചനവുമായി ഡിസംബർ 25 മുതൽ 27 വരെ. ഈ അവസരം നഷ്ടമാക്കരുതേ. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ DVDയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും